വിശുദ്ധ മത്തായി സുവിശേഷകൻ രണ്ട് കുടുംബങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നിന്റെ കുടുംബം ഇതിൽ ഏതാവണം എന്നുള്ള ഒരു തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ശുശ്രൂഷ സമയം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുകയാണ്. രണ്ട് കുടുംബങ്ങൾ കാഴ്ചയിൽ രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷേ ഈ രണ്ട് കുടുംബങ്ങളുടെയും രണ്ട് വീടിൻ്റെയും അടിത്തറ വ്യത്യസ്തമായ രീതികളിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. ഒരു വീട് പണിയപ്പെട്ടിരിക്കുന്നത് പാറപ്പുറത്താണ്, മറ്റൊന്ന് പണിയപ്പെട്ടിരിക്കുന്നത് മണൽപ്പുറത്താണ്. പുറമേ കാഴ്ചയിൽ രണ്ടും ഒരുപോലെ ഇരിക്കും, പക്ഷേ രണ്ടിൻ്റെയും അടിത്തറ വ്യത്യസ്തം. ഇന്ന് ഈശോ ഈ ബൈബിൾ കൺവെൻഷൻ്റെ അനുഗ്രഹീതമായ പരിശുദ്ധ കുർബാന മധ്യേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിന്റെ വീട് പാറമേൽ പണിയപ്പെട്ടതാണോ അതോ കാറ്റ് വീശിയാൽ പെട്ടെന്ന് തകർന്നു വീഴുന്ന ഒരു മണൽപ്പുറത്താണോ പണിയപ്പെട്ടിരിക്കുന്നത്? ഈശോ ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു വീട് പാറമേൽ പണിയപ്പെടണമെങ്കിൽ ആ വീടിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ദൈവവചനമായിരിക്കണം എന്നുള്ളതാണ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ നമ്മുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ വളരെയധികം അധ്വാനിക്കുന്ന മനുഷ്യരാണ്. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ ജീവിക്കുന്നവരാണ്. പലരും പറയുന്ന സങ്കടമെന്ന് പറയുന്നത് അധ്വാനം ഒത്തിരി ഉണ്ട്, പക്ഷേ റിസൾട്ട് കുറവാണ്. അച്ഛാ, വർഷങ്ങളായിട്ട് അധ്വാനിക്കുന്നുണ്ട്, ഒന്ന് പച്ച പിടിക്കുന്നില്ല, ഒന്ന് മെച്ചപ്പെട്ട് കാണുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം ബൈബിൾ തുറന്ന് വായിക്കുക. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 16. അറിയാവുന്ന വചനമാണെങ്കിൽ ഉച്ചത്തിൽ പറയണം. വചനം പറഞ്ഞേ. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ അനുഗ്രഹമാണ് പ്രധാനം. ഹല്ലേലൂയ. എന്തു മനസ്സിലായി? നമ്മൾ രാവിലെ മുതൽ ഓടുന്നത് കൊണ്ടല്ല, നമ്മുടെ സ്വപ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇത് വിശ്വസിക്കുന്നവരൊന്ന് നന്നായിട്ട് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ ഈ ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിച്ചുള്ളൊരു കൂട്ടായ്മയാണ്. നമ്മൾ ഈ ലോകത്തോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ധ്യാന മന്ദിരം വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ ദയ, അതുകൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് പരിചയപ്പെട്ട ഒരു കുടുംബം, ഒരു വളരെ ഒരു ഭാരത്തിൽ കഴിയുന്നൊരു കുടുംബം. ഹസ്ബൻഡ് കുടുംബനാഥൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഭാര്യ ടീച്ചറാണ്, 2 മക്കളുണ്ട്. ഇവർ 4 പേരെയും ഞാനൊരു അവിചാരിതമായൊരു സാഹചര്യത്തിലാണ് കണ്ടുമുട്ടുക. കാരണം ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഭാര്യ കുടുംബനാഥ ആദ്യം പറഞ്ഞ സെന്റൻസ്, അച്ഛാ വീട്ടിൽ ഒരു സമാധാനമില്ല, സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ്. ഭാര്യ ടീച്ചറാണ്, ഹസ്ബൻഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, 2 പേർക്കും നല്ല ശമ്പളമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സാമ്പത്തികമായി നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കുന്ന അസ്വസ്ഥതയ്ക്ക് എന്താണ് കാരണം? നിങ്ങൾ വീട് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, എങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നടത്തിയിട്ടില്ല, പക്ഷേ ഒന്നുമില്ല അച്ഛാ. മാസത്തിൽ ശമ്പളം കിട്ടും, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഉണ്ടല്ലോ തട്ടിയും മുട്ടിയും കഷ്ടപ്പെട്ടാ മുമ്പോട്ട് പോകുന്നത്. പിന്നെ പലരോടും പലിശയ്ക്ക് എടുത്തിട്ട് അച്ഛാ വീട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന, പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് കുടുംബനാഥൻ പറഞ്ഞു, അച്ഛാ സാമ്പത്തികത്തെക്കാൾ വലുതാണ് അച്ഛാ ഈ 2 മക്കളെ നോക്കിക്കേ, ഈ 2 ഉണ്ടല്ലോ
എപ്പോഴും ആശുപത്രിയിൽ, ഒരെണ്ണം ആശുപത്രി പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റത് ആശുപത്രി പോകാൻ തയ്യാറായിട്ടിരിക്കൂ എന്ന് പറഞ്ഞാൽ ആശുപത്രി ഒഴിഞ്ഞൊരു ദിവസമില്ലച്ചാ. എപ്പോഴും വീട്ടിൽ അസ്വസ്ഥത. ഉടനെ ഭാര്യ വീണ്ടും പറഞ്ഞു. അപ്പം ഇങ്ങനെ ഭാര്യയും ഭർത്താവും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യ പറഞ്ഞു, അച്ഛാ അതിനേക്കാൾ വലിയ പ്രശ്നം എന്താണെന്നറിയും, ഇതേ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഭർത്താവും എല്ലാ ദിവസവും വഴക്കടിക്കും, എല്ലാ ദിവസവും വഴക്കടിക്കും. ഞാൻ ചോദിച്ചു കാരണം? ഒരു കാരണവും ഇല്ല, ഒരു കാരണവും ഇല്ല. എല്ലാ ദിവസവും വഴക്കടിക്കും, എന്നിട്ട് കരഞ്ഞാണ് അച്ഛാ ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ ഭാര്യ ഭർത്താക്കന്മാരുള്ളവരൊന്ന് കൈപൊക്കാവോ? ഭാര്യയോ ഭർത്താവോ, അതായത് കല്യാണം കഴിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കൂ. പകുതി കല്യാണമല്ല, ഉണ്ടെങ്കിൽ ഫുള്ളാണ്. ധൈര്യമായിട്ട് കൈപൊക്കിക്കോ. ഒട്ടുമുക്കാലും പേര് കല്യാണം കഴിച്ചവരാണ്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ വഴക്കടിക്കാറുണ്ടോ? ഉണ്ടോന്ന്? അതല്ലേ നമ്മുടെ മെയിൻ പരിപാടി. രാത്രിയിൽ വഴക്കടിച്ചിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് മാറിക്കിടക്കുന്നവരാണോ? വഴക്കടിച്ചിട്ട് കരഞ്ഞ് വിലപിച്ച് കിടക്കുന്നവരാണോ? സൂക്ഷിക്കണം. ഈ ഭാര്യ പറയാണ്, അച്ഛാ ദിവസവും സമാധാനമില്ല, സ്വസ്ഥതയില്ല. അപ്പം ഇവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ. സാമ്പത്തികത്തെ തുടങ്ങി, മക്കളുടെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു, ഇവരുടെ തമ്മിലുള്ള വഴക്ക്, ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. നിങ്ങൾ പോട്ട ആശ്രമത്തിൽ വായോ, നമുക്കവിടെ ഒരു താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാം. അപ്പോൾ ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, അച്ഛനറിയാലോ ഞങ്ങളൊക്കെ തിരക്കുള്ളവരാ, ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരാഴ്ചയൊന്നും മാറി നിൽക്കാൻ സമയമൊന്നുമില്ല, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ? അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പോട്ട ആശ്രമത്തിൽ എല്ലാ ദിവസവും അനുദിന ശുശ്രൂഷയുണ്ട്. രാവിലെ വന്നാൽ ഉച്ച കഴിയുമ്പം പോകാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന, രോഗശാന്തി ശുശ്രൂഷ, കൗൺസിലിങ്, കൺഫെഷൻ, ഒരൊറ്റ ദിവസത്തിൽ എല്ലാം കിട്ടും, വരിക. ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, അച്ഛാ ഒരു ദിവസമൊക്കെ ഇങ്ങനെ രാവിലെ തൊട്ട് ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും? അപ്പം ഞാൻ പറഞ്ഞു, വേറെ ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു 9 ദിവസത്തേക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ കുടുംബം 9 ദിവസത്തേക്ക് നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഭർത്താവ് ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛാ രാവിലെ അവിടെ 6 മണിക്കാണ് കുർബാന, ഞങ്ങൾ എഴുന്നേൽക്കുന്നത് 7 മണിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇടവക പള്ളി അല്ലാതെ വേറെ ഏതെങ്കിലും പള്ളികൾ അടുത്തൊക്കെ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛാ വേറെ വല്ല മാർഗം ഉണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സത്യക്രിസ്ത്യാനികളാണ്, പേര് ക്രിസ്ത്യാനികളുടേതാണ്, പക്ഷേ കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും സ്ഥലമോ സൗകര്യമോ ഈശോയുടെ പടമോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, ഉണ്ടച്ചാ, വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കലണ്ടറിലെ പടമുണ്ട്. ഈ വീട്ടിൽ ആകപ്പാടെയുള്ളത്, അതും അടുക്കളയിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കലണ്ടർ ഉണ്ടെന്ന്. ക്രിസ്തീയ വീട്, പ്രാർത്ഥിക്കാൻ ഒരു അന്തരീക്ഷമില്ല, സാഹചര്യങ്ങളില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ഇടവക പള്ളി പോകാൻ പറ്റുന്നില്ല, ധ്യാന കേന്ദ്രത്തിൽ വരാൻ പറ്റുന്നില്ല. അച്ഛാ വേറെ വല്ല മാർഗമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നൊരു വചനം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു വചനമാണ്. ഹഗ്ഗായി എന്ന് പറയുന്നൊരു പ്രവാചകൻ. ആരാണ്? കക്കായി അല്ല, ഹഗ്ഗായി. ഹഗ്ഗായി എന്ന പ്രവാചകൻ 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഒന്ന് വായിച്ചോ. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 6-ാം തിരുവചനം വായിച്ചേ, ഒച്ചത്തി വായിച്ചേ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു, നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല, നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല,
നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരുമാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. ചേച്ചി, എന്നതാ ഈ ഓട്ടസഞ്ചിയുടെ പ്രത്യേകത? അതിന് ഓട്ടയുണ്ട്. എന്തെല്ലാം ഇട്ടാലും അത് അതിൽ ശേഖരിക്കപ്പെടുന്നില്ല, അത് ചോർന്നു പോകുന്നെന്നു. ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ, ശമ്പളം കിട്ടുന്നുണ്ട്, ദേ കൊണ്ടുവരുന്നു, ചോർന്നു പോകുന്നു. ഭാര്യ ടീച്ചറാണ്, ശമ്പളം കിട്ടുന്നുണ്ട്, ചോർന്നു പോകുന്നു. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ശുശ്രൂഷ അവസരത്തില് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ അധ്വാനിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരുന്നതെല്ലാം ചോർന്നു പോകുന്നെങ്കിൽ സൂക്ഷിക്കണം. നിന്റെ സമ്പത്തിന്റെ ഉടയവൻ, നിന്റെ അധ്വാനത്തിന് അനുഗ്രഹം തരുന്നവൻ തമ്പുരാൻ കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ തമ്പുരാൻ കർത്താവിനെ മുട്ടിപ്പായി പിടിച്ചാൽ നിന്റെ വീട് പാറമേൽ പണിയപ്പെട്ടൊരു ഭവനം പോലെ നിലനിൽക്കും. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവര് എഴുതിയെടുത്ത് ചില വചനങ്ങൾ പഠിച്ചോ കേട്ടോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ഒരു പേപ്പറിൽ ഈ വചനം എഴുതിയെടുത്ത് ഈ നാളുകളിൽ ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കടബാധ്യതയിൽ പെട്ട് കഴിയുന്നവർ, ഏതെങ്കിലും കാര്യങ്ങൾക്ക് പണം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വലിയ ഭാരത്തിൽ കഴിയുന്നവർ, സ്ഥലക്കച്ചവടം ആഗ്രഹിച്ചിട്ട് അത് നടക്കാൻ പറ്റാത്തവർ, ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തവർ, അങ്ങനെ തുടങ്ങി സാമ്പത്തികമായി പല പല ബാധ്യതകൾ, ഭാരങ്ങൾ അനുഭവിക്കുന്നവർ എഴുതിയെടുത്ത് പഠിക്കാൻ സങ്കീർത്തനം 37 വചനം 34, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 വേഴ്സ് 34 വചനം പറയുന്നു, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ.